എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഒരു 6 hours മുമ്പ്, 6 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് ഇതാണത്. നിങ്ങൾ ഈ ലൈവിൽ നിങ്ങൾ കാണുന്ന മിറർ ഇമേജ് ആണ്, അതുകൊണ്ട് തിരിഞ്ഞാണ് കാണുന്ന അക്ഷരങ്ങൾ. ഇതാണ് ബൈബിളോ സഭയോ. ഇത് പെന്തക്കോസ്തുകാരുടെ ഒരു പോസ്റ്റാണ്. പെന്തക്കോസ്റ്റിലെ ഒരു പ്രമുഖനാണ് ഇത്. CA അഭിലാഷ് എന്നയാളാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈസ് പ്രാക്ടീസിങ് ആസ് ആൻ അഡ്വക്കേറ്റ്. ഒരു പെന്തക്കോസ്റ്റിലെ ഒരു പ്രമുഖൻ എന്ന് ഞാൻ പറഞ്ഞത്. പെന്തക്കോസ്റ്റിൽ അങ്ങനെ വക്കീലന്മാരൊക്കെ കുറവാണ്, അതുകൊണ്ട് പെന്തക്കോസ്റ്റിലൊരു പ്രധാന വ്യക്തിയാണ് അഡ്വക്കേറ്റ് അഭിലാഷ്. അപ്പം അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കൂടുതൽ പേരും നിയമ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. വക്കീലന്മാരും വക്കീൽ ഗുമസ്തന്മാരും ഒക്കെ കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ദൈവശാസ്ത്രമാണ് പാശ്ചാത്യ ദൈവശാസ്ത്രം. അതുകൊണ്ട് ഈ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ മുഴുവൻ നിയമത്തിന്റെ അതിപ്രസരം നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ലീഗൽ വ്യൂവിലാണ് അവര് പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ കാണുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പോലും അപ്പോളെ പറയും, കോടതി മുറി, ഒരു പ്രതി, അവനെ ശിക്ഷിച്ചു, അവന്റെ ശിക്ഷ ഇവൻ ഏറ്റു, അപ്പൊ ഇവൻ അത് ഏറ്റുകൊണ്ട് അവനെ വെറുതെ വിട്ടു. അപ്പൊ പാശ്ചാത്യ സുവിശേഷമാണ്. അതായത് ഒരാളെ എല്ലാ തെളിവുകളോടും കൂടെ ഒരു കൊടും കുറ്റകൃത്യത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പം അയാളുടെ ശിക്ഷ മറ്റൊരാൾ ഏക്കാം എന്ന് പറയുകയും ആ ആള് അത് ഏൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇയാളെ വെറുതെ വിട്ടു. ഇതാണ് ഈ നിയമജ്ഞന്മാരുടെ ദൈവശാസ്ത്രം. എന്നിട്ട് അവർ പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് അറ്റ് എ ക്രോസ് ഓഫ് കാൽവരി. അപ്പൊ കാൽവരി ക്രൂശിൽ അങ്ങനെ ഒരു പകരം മരണം നടന്നു, അങ്ങനെ നമ്മുടെ എല്ലാം പാപം മോചിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു അബദ്ധമാണ് ഇവർ ഈ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കണ്ടിരിക്കുന്നത്. നിയമത്തിന്റെ കാഴ്ചപ്പാടാണ്. അതിനകത്തൊരു വൈകല്യം ഈ പറയുന്ന ഉപദേശിമാരോ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള വക്കീലന്മാരോ വ്യക്തമാക്കണം. അങ്ങനെ പകരം മരിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പകരം കിടക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തു, ഒരു സ്ത്രീപീഡനം നടത്തി, നിങ്ങളെ 10 വർഷത്തേക്ക് തടവിലിട്ടു. അപ്പൊ പറയാണ് എനിക്ക് ഈ ബംഗാളി കടന്നോളും എന്ന് പറഞ്ഞ് നിങ്ങളൊരു ബംഗാളിയെ കൊണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുമോ? അപ്പൊ അല്ല നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന, അപ്പൊ ഈ കഴിഞ്ഞ 100 വർഷം മലയാളികളെ പൊട്ടന്മാരാക്കി, വിഡ്ഢികളാക്കി, മണ്ടന്മാരാക്കി, വെറും ശുംഭന്മാരാക്കി നിങ്ങൾ പ്രസംഗിച്ച് മുന്നേറുകയാണല്ലോ. അപ്പൊ ഇതിനൊരു അവസാനം വേണ്ട, ഞാൻ ചോദിക്കാം. അപ്പൊ ഇത് കേട്ട് ഇത് ഭക്തിയുമായി ബന്ധപ്പെട്ടതും മതവുമായി ബന്ധപ്പെട്ടതുമായതുകൊണ്ട് ആരും ചോദ്യം ചെയ്തില്ല. അത് അവരുടെ മതവിശ്വാസമല്ലേ. ഈവൻ ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളുകളും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓതന്റിക് ചർച്ചിന്റെ ആളുകളും ചോദ്യം ചെയ്തില്ല. അവരും ട്രാക്ട് മേടിച്ചു വെച്ചു എന്നുള്ളതല്ലാതെ നേരായിരിക്കും ഓർത്തു. ഇടയ്ക്ക് ദുഃഖവെള്ളിയാഴ്ച അവസരം കിട്ടുമ്പോൾ അവരും ഇങ്ങനെ പ്രസംഗിച്ചു, നമുക്ക് പകരം കർത്താവ് മരിച്ചെന്ന്. നീ ചെയ്യുന്ന തോന്നിയാസത്തിനെല്ലാം പകരം കർത്താവ് കുരിശേ കയറി എന്നുള്ള ഉപദേശം നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷേ ഈ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വംശനാശം വന്നിട്ടില്ല. അപ്പൊ ഈ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കുമ്പോൾ ഇതെന്തൊരവത്വ. അങ്ങനെയാണെങ്കിൽ അത് ഈ രാജ്യത്ത് നിങ്ങൾ നടത്തി കാണിക്കേ. അങ്ങനെയാണ് ഞങ്ങൾ എഗ്രി ചെയ്യുക. അപ്പൊ നീ ചെയ്യുന്ന പാപത്തിനെല്ലാം വേണ്ടി വേറൊരാളോടെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ ദൈവശാസ്ത്രം, അതാണ് പാശ്ചാത്യ ദൈവശാസ്ത്രം. ഇത്രയും യുക്തിസഹമല്ലാത്ത, ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ഉള്ള, യുക്തി ഭദ്രതാരാഹിത്യമുള്ള ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാടാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ മുഴുവൻ കാരണം അത് എഴുതിയത് ലീഗൽ വ്യൂവിലാണ്. അപ്പൊ നിയമദൃഷ്ടിയിൽ ചമയ്ക്കപ്പെട്ട ദൈവശാസ്ത്രമാണ് പാശ്ചാത്യ ദൈവശാസ്ത്രം. അതുകൊണ്ടാണ് അതിന് ഈ വൈകല്യമുള്ളത്. എന്നാൽ പൗരസ്ത്യ ദൈവശാസ്ത്രം ഇറ്റ് ഈസ് നോട്ട് ലീഗൽ വ്യൂ, അത് റിലേഷൻ വ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ബന്ധാധിഷ്ഠിത ദർശനമാണ്. ഇപ്പം the Eastern theology is founded upon relation. അപ്പോൾ ബന്ധമാണ്. അപ്പോൾ
പാശ്ചാത്യ ദൈവശാസ്ത്രം നിയമത്തിൽ അധിഷ്ഠിതമാണ്. ഞാനിപ്പോൾ എന്നെ കേൾക്കുന്നത് ധാരാളം പെന്റക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് കാണുന്നുണ്ട്, സുഹൃത്തുക്കൾ കാണുന്നുണ്ട്. അവർക്കാർക്കും എന്നോട് പിണക്കമില്ല. എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ് ഈ കാണുന്നത്. ഞാൻ പിന്നെയും പറയുന്നത്, എനിക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ല. ഉപദ്രവിക്കരുതേ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വീഡിയോ ചെയ്തു. എൻ്റെ ഒരു പ്രതികരണം വേറെ ഒരു ദിവസമാണ്, ഇന്നില്ല. അപ്പൊ ഉപദ്രവിക്കരുതേ, ഇത് ഉപദ്രവിക്കാനല്ല, സഹായിക്കാനാണ്. സഹായിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. നിങ്ങൾ ആരും എൻ്റെ കൂടെ കൂടാൻ ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു സംഘടനയും നടത്തുന്നില്ല, അടുത്ത കാലത്തെങ്കിലും ഒരു സംഘടന തുടങ്ങുന്നുമില്ല. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക, നിങ്ങൾ കാഴ്ചകൾ ശരിയായ രീതിയിൽ കാണുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഈ പറയുന്ന പൊട്ട ഉപദേശവുമായി, അബദ്ധോപദേശവുമായി യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവേദികളിലോ ചെല്ലുമ്പോൾ ഒരു യുക്തിവാദിയോ ഒരു ദാവാക്കാരനോ ചോദ്യം ചോദിച്ചാൽ 4ാമത്തെ ചോദ്യത്തിന് നാണം കെട്ട് തല കുനിച്ച് തിരിച്ചു പോരേണ്ടി വരും. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഓർത്തഡോക്സി പ്രസംഗിക്കുന്നു? കാരണം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ യുക്തിവാദികളുടെ സംവാദങ്ങളിലും ദാവാക്കാരുടെ സംവാദങ്ങളിലും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഞാൻ അതിനകത്ത് വലിയ ആക്റ്റീവ് ആളൊന്നുമല്ല. പക്ഷെ ഞാൻ അവരൊക്കെ പറയുന്നത് എന്താണ്, ഇവർ തിരിച്ചു പറയുന്നത് എന്താണെന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിലെ ലിഖിത സംവാദങ്ങളും അതുപോലെ വീഡിയോ സംവാദങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം ക്രിസ്ത്യാനികൾ തോക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. തോറ്റ ക്രിസ്ത്യാനികൾ മുഴുവൻ ഈ പാശ്ചാത്യ ദൈവശാസ്ത്ര വീക്ഷണം മുറുകെ പിടിക്കുന്നുണ്ട്. എന്നാൽ പൗരസ്ത്യ ദൈവശാസ്ത്ര വീക്ഷണവുമായി ഒരു ക്രിസ്ത്യാനി സംവാദത്തിന് നിന്നാൽ അവന്റെ നേരെ നിൽക്കുവാൻ ഒരു യുക്തിവാദിക്കും കഴിയത്തില്ല, ഒരു ദാവാക്കാരനും കഴിയത്തില്ല. ക്രിസ്ത്യാനിറ്റി മാത്രമേ ജയിക്കുകയുള്ളൂ. കാരണം ക്രിസ്തു ജയാളിയാണ്. ലോകത്തെ ജയിച്ച വിശ്വാസമോ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ അവർ ഫെയ്ത്ത് ദാറ്റ് ഈസ് സോ പ്രഷ്യസ്. അപ്പൊ അത്രമാത്രം ശ്രേഷ്ഠമായ, അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസ സംഹിതയുടെ പിന്മുറക്കാർ, അവകാശികളായിരിക്കുന്ന നമ്മൾ ഈ വെള്ളക്കാര് സായിപ്പന്മാര് പറഞ്ഞ അബദ്ധം പറഞ്ഞ് പഠിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്നു. നിങ്ങളുടെ തലമുറകൾ യുക്തിവാദികളാൽ വശംവദരാകുന്നു, ദാവാക്കാരാൽ വശംവദരാകുന്നു. പലരും ആട് മേയ്ക്കാൻ പോകുന്നു. ഈ ആട് മേയ്ക്കാൻ പോകുന്നതിന്റെ കാരണം നീ ശരിയായ ഉപദേശം പഠിപ്പിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും പെന്റക്കോസ്തുകാർ എന്നെ കേൾക്കുന്നവർ ശരിയായ ദൈവശാസ്ത്രം പഠിക്കാൻ തയ്യാറാകണം. യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്, അപ്പോസ്തലന്മാർ ഗ്രഹിച്ചത് എന്താണ്, അവർ കൈമാറിയത് എന്താണ്, ആ പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇത് മനസ്സിലാക്കാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഈഗോ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ശരിയായ ദൈവശാസ്ത്രം, ലെറ്റ് us ലേൺ ടുഗദർ. അതിനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്നതല്ല. പിന്നെ ഞാൻ ചിലപ്പോൾ ഹാഷായ ഭാഷ ഉപയോഗിക്കും. ഹാഷായ ഭാഷ ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞാൽ ആ രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല, എങ്കിലും കർശനമായി സംസാരിക്കാം. അതിനെനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ആ കാര്യം മനസ്സിലാക്കുക, വെറുതെ പണം കണ്ട. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് വക്കീലന്മാരെഴുതിയ ദൈവശാസ്ത്രം. അപ്പൊ അവരുടേത് ലീഗൽ വ്യൂ ആണ്. നിങ്ങൾ അത് മനസ്സിൽ കുറിക്കുക. അപ്പൊ ലീഗൽ വ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇവിടെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു വക്കീലാണ്. വക്കീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പൽക്കി വാലായെ പോലെയൊക്കെയുള്ള ഒരു വക്കീലോ അല്ലെ സോളിഡ് സൊറാബ്ജിയെ പോലെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഒരു വക്കീല്, പെന്റക്കോസ്തുകാരൻ. അപ്പൊ അദ്ദേഹം ആ വക്കീലിന്റെ ബുദ്ധി ഇപ്പോഴും അകപ്പെട്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്താണ് മലയാളി പെന്റക്കോസ്തുകാരുടെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, സഭയാണ് അടിസ്ഥാനം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭ. ദ ഫൗണ്ടേഷൻ ആൻഡ് പില്ലർ ഓഫ് ട്രൂത്ത് ഈസ് ദ ചർച്ച്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ് ഫൗണ്ടേഷൻ. അപ്പൊ ഫൗണ്ടേഷൻ ആൻഡ് പില്ലർ, അടിസ്ഥാനവും തൂണും. അപ്പോ എന്തിന്റെ? സത്യത്തിന്റെ. ദ ഫൗണ്ടേഷൻ ആൻഡ് പില്ലർ ഓഫ് ട്രൂത്ത്. അപ്പൊ സത്യത്തിന്റെ അടിസ്ഥാനവും തൂണും എന്താണ്? സത്യത്തിന്റെ അടിസ്ഥാനവും തൂണും ജീവനുള്ള ദൈവത്തിന്റെ
സഭയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. അതാണ് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ബൈബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ബൈബിളിനെ ഉറപ്പിച്ചെങ്കിലേ മതിയാകും. ബൈബിളിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള വൃദ്ധാശ്രമങ്ങളാണ്. അപ്പൊ അതിന് കഴിഞ്ഞ ദിവസം യേശുനാമക്കാരുടെ വക്താവ് സംസാരിച്ചപ്പോൾ ആ വീഡിയോ എനിക്ക് ഒത്തിരി പേര് അയച്ചിട്ട് മറുപടി വേണമെന്ന്. ഞാൻ മറുപടി അർഹിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന വാദം ഇതാണ്: സത്യത്തിന്റെ അടിസ്ഥാനം സഭയാണെന്ന് ശുഭു വീഡിയോക്കൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സഭയുടെ അടിസ്ഥാനം, സഭയ്ക്കും ഒരു അടിസ്ഥാനം വേണമല്ലോ, എന്തോ ഒരു ബുദ്ധിയാണെന്നറിയാം. എന്നിട്ട് പറയാം സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ സത്യത്തിന്റെ അടിസ്ഥാനം സഭയാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറയാണ് സഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അങ്ങനെ അവിടെ വാക്യമില്ല. അല്ലെങ്കിൽ ഇവർക്കെല്ലാം വാക്യമാണല്ലോ വേണ്ടത്. വാക്യം കൊണ്ടുപോവാ, നമുക്ക് പരിശോധിക്കാം. അവിടെ അങ്ങനെയല്ല എഴുതിക്കുന്നത്. നിങ്ങളെ യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അത് സഭയെ പണിതിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു മൂലക്കല്ലായി അപ്പോസ്തലന്മാർ ചേർന്ന് പ്രവാചകന്മാർ ചേർന്ന് പണിത ആ ട്രൂ ചർച്ചാണ് സത്യത്തിന്റെ അടിസ്ഥാനം തൂണും. അത് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട ഒരു സഭയല്ല ഈ സഭ. ഞാൻ പറയുന്ന സഭ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭ, ആ സഭയാണ് ഫൗണ്ടേഷൻ ആൻഡ് പില്ലർ ഓഫ് ട്രൂത്ത്. അതാണ് ബൈബിൾ പറയുന്നത്. അല്ലാതെ ബൈബിളാണ് സഭയുടെ അടിസ്ഥാനം എന്നൊരു വാക്യം ബൈബിളിൽ പോലുമില്ല. അപ്പൊ ബൈബിളിന് പോലും ഇല്ലാത്ത ഒരു അവകാശവാദമാണ് ഇവർ ബൈബിളിന്റെ പേരിൽ ഉന്നയിക്കുന്നത്. ബൈബിൾ ഒരിടത്തും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. മറിച്ച് ബൈബിൾ സഭയ്ക്ക് സാക്ഷ്യം നൽകുകയാണ്, സഭയുടെ അധികാരത്തിന് സാക്ഷ്യം നൽകുകയാണ്. ചർച്ച് ഹാസ് ഓൾ അതോറിറ്റി. സഭയ്ക്കാണ് എല്ലാ അധികാരവും ഉള്ളത്. അതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവര് പറയാണ് സഭയുടെ അടിസ്ഥാനം, സഭയ്ക്ക് പിന്നെ വേറൊരു അടിസ്ഥാനമുണ്ട്. സത്യത്തിന്റെ അടിസ്ഥാനം സഭയാണെങ്കിൽ സഭയുടെ അടിസ്ഥാനം ആരാണ്? ക്രിസ്തു ആണ്. ആ ക്രിസ്തു എവിടെയായിരിക്കുന്നേ? ക്രിസ്തു എവിടെയായിരിക്കുന്നേ? ക്രിസ്തു പുസ്തകത്തിലിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ പുസ്തകം ഞങ്ങളോട് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? സഭയിൽ ഇരിക്കുന്നു. പിന്നെ അടിസ്ഥാനം ഏതാണ്? സഭയാണ്. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അപ്പം ഈ പാസ്റ്റർ സെബാസ്റ്റ്യനാണ് ഇങ്ങനെ പറയുന്നത്, ഈ വാദം കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ വാദമാണ്. കാരണം ഇവരെ സംബന്ധിച്ച് പരിഭ്രാന്തരായി. അതുകൊണ്ട് കൺവെൻഷണൽ മെത്തേഡുകളല്ലാത്ത ഒരു മനഃശാസ്ത്രജ്ഞനും ഇന്ന് വരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കും. അവർ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇവരുടെ ഭ്രാന്ത് പിടിച്ച പോസ്റ്റുകൾ, വികലമായ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രൂത്തിന്റെ ചൂട് അടിച്ചു കഴിഞ്ഞു. അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദിസ് ഈസ് ട്രൂത്ത്. ചർച്ചാണ്. ഞാൻ എന്റെ സഭയെ പണിയും. സഭകളെ പണിയുമെന്നല്ലോ. ഇവർക്ക് കാക്കത്തൊള്ളായിരം സഭയുണ്ട്. അന്നമ്മയുടെ സഭ, കുഞ്ഞമ്മയുടെ സഭ, ചെറിയാന്റെ സഭ, മാത്യുവിന്റെ സഭ, ശമുവിന്റെ സഭ, നാരായണന്റെ സഭ, ഗോവിന്ദൻകുട്ടിയുടെ സഭ, ഷമീറിന്റെ സഭ, ഇങ്ങനെ അങ്ങ് സഭകളാണ്. ഇതിന് കർത്താവിന് ഉത്തരവാദിത്വം ഇല്ല. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉയർപ്പിന് പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നോക്കിപ്പാർക്കുന്നു. ആ നോക്കിപ്പാർക്കുന്ന ആ ജനം വിശ്വസിക്കുന്നത് ഏകവും പരിശുദ്ധവും കാതോലികവും ലൈംഗികവുമായ സഭയിലാണ്. ചർച്ച് 4 യോഗ്യതയുണ്ട്. അത് ഏകമാണ്, അത് കാതോലികമാണ്, അത് ശ്ലൈഹികമാണ്, അത് പരിശുദ്ധമാണ്. അപ്പം വൺ ഹോളി അപ്പോസ്തോലിക് ചർച്ച്. Our church is holy, church is one, church is apostolic, and church is Catholic. Catholic means universal. സഭ യൂണിവേഴ്സൽ ആണ്. ആ സഭയിലൂടെ വരുന്ന രക്ഷയും യൂണിവേഴ്സൽ ആണ്. അപ്പൊ ഒരു പ്രാദേശികമല്ല.
ദാറ്റ് ഇസ് എ ഹോളി ഫെയ്ത്ത്. അതാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച അതിപരിശുദ്ധ വിശ്വാസം. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു പുസ്തകത്തിലിരിക്കുന്നെന്ന് പെന്തക്കോസ്തുകാർ പഠിക്കുകയും പഠിപ്പിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന ഗ്ലോറിയസ് ഗോസ്പൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അസന്നിഗ്ധമായി പ്രസ്താവിക്കുമ്പോൾ ഞങ്ങളുടെ പ്രസ്താവനയ്ക്ക് ഈ തിരുവെഴുത്തുകൾ സാക്ഷ്യം നൽകുന്നു. ഈ തിരുവെഴുത്തുകൾ പറയും ആമേൻ, അങ്ങനെ തന്നെയാകുന്നു. സോ ചർച്ച് ഹാസ് ഓൾ അതോറിറ്റി. ഞാൻ ഒരു പുസ്തകം എഴുതിക്കും. I will make you write a book. The gates of Hades shall not prevail against it. ഞാൻ നിങ്ങളെ കൊണ്ടൊരു പുസ്തകം എഴുതിക്കും. പാതാള ഗോപുരങ്ങൾക്ക് ആ പുസ്തകത്തെ ജയിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം ഒരു മതഭ്രാന്തൻ, പെന്തക്കോസ്റ്റൽ മതഭ്രാന്തനാണ്, അദ്ദേഹം പ്രസംഗിക്കുകയാണ്. വീഡിയോ ഉണ്ട്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് കഴിഞ്ഞ ആഴ്ച വന്ന വീഡിയോ. ഈ പുസ്തകത്തെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല, ഈ പുസ്തകത്തെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല, ഈ പുസ്തകത്തെ തകർക്കാൻ എന്തു പോഷ്കാണ് ഈ പറയുന്നത്. കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഉള്ള അല്പം സാമൂഹിക പദവി ദുരുപയോഗപ്പെടുത്തുന്നവരാണിവർ. കേരളത്തിലെ പാരമ്പര്യ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിട്ടുള്ള സാമൂഹിക പദവിയെ ദുരുപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ പരമ്പരാഗത ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവന്മാരുടെ സുവിശേഷ വേല നടക്കുന്നത്. ഈ മലബാർ ഭാഗത്തൊന്നും ഈ സുവിശേഷ വേലയില്ല. അതുകൊണ്ടൊക്കെ പമ്പി നടക്കുന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല. തിരുവല്ലായി വന്നു കഴിയുമ്പോഴേക്കും ഇവൻ ഉഷാറാകുക, ഭയങ്കര ഉണർവ് പ്രസംഗം, വീരസ്യം പറച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തിനാണ്? സമാധാനമായി സഹവർത്തിത്വത്തിൽ അവിടെ കഴിയുന്ന മറ്റ് ആളുകളെ എന്ത് ചെയ്യാണ്? കുഴപ്പത്തിലാക്കുക. അപ്പൊ സമാധാനപരമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന ആളുകളെ ഇവരുടെ ഈ പ്രസംഗം, ഈ വിദ്വേഷ പ്രസംഗം കുഴപ്പത്തിലെത്തിക്കാം. നിശ്ചയമായിട്ടും കുഴപ്പത്തിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ യൂലിയോസ് തിരുമേനിയുടെ പത്രസമ്മേളനം എടുത്തു വെച്ച് ഇവര് ഭയങ്കര ബഹളമാണ്. എന്താ, യൂലിയോസ് തിരുമേനി ഏറ്റുമാനൂർ അമ്പലത്തിന്റെ വാക്കുകൾ പോകുമ്പോൾ അവിടെ നേർച്ചയിടും, ഇടയ്ക്ക് ശബരിമലയ്ക്ക് നേർച്ച കൊടുത്തുവിടും. അത് ഇവർക്ക് എന്താ വിഷമോ? അത് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മണാട് ക്ഷേത്രത്തിൽ നേർച്ചയിടാത്ത ക്രിസ്ത്യാനികൾ ലെവലിൽ വിടും, അവിടെയുള്ള ഹിന്ദുക്കളൊക്കെ പള്ളിയിൽ വിടും. അങ്ങനെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും ഐക്യപ്പെട്ടു. എന്നിട്ട് ഇവരിരുന്ന് ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കും. പണ്ടൊരിക്കലും ഇവിടെ ഭയങ്കര ഐക്യമായിരുന്നു, സമാധാനം ആയിരുന്നടാ, ഐക്യമായിരുന്നു, സമാധാനമായിരുന്നു. അത് നിങ്ങളുടെ ഈ വിഷം കയറിയ ഉപദേശം വന്നതിൽ പിന്നെ പ്രശ്നമായിരുന്നു. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണണം. എന്റെ സുഹൃത്ത് ഒരു ഹിന്ദുവാണ്, അവന്റെ അമ്മയെ ഞാൻ അമ്മയായിട്ടാണ് കാണുന്നത്, എന്റെ അമ്മയായിട്ടാണ് കാണുന്നത്. അതാണ് സംസ്കാരം, അതാണ് സംസ്കാരം. അപ്പൊ അത് നമ്മുടെ വിഷയമല്ല, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്രമാത്രം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയാണ്, വർഗീയ വിദ്വേഷം. അപ്പൊ ഈ പ്രസംഗം, അപ്പൊ ഈ ബൈബിളിനെ തകർക്കാൻ കഴിയത്തില്ല. ഈ ബൈബിളിനെ തകർക്കാൻ ആര് ശ്രമിക്കുന്നു? ഏതെങ്കിലും ഒരു ഹിന്ദു ഒരിടത്ത് നിന്ന് ഈ രാമായണത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രാമായണത്തെ തകർക്കാൻ കഴിയത്തില്ല, അങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ഒരിടത്ത് നിന്ന് ഈ ഖുർആനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയും? ഖുർആൻ എന്തിനാ തകർക്കുന്നത്? ഖുർആൻ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമാണ്. അത് മുസ്ലിങ്ങൾ പാവനമായി സൂക്ഷിക്കുന്നു, അവർ പാരായണം ചെയ്യുന്നു, അവർ പഠനം നടത്തുന്നു, അവർ അതിനെ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പള്ളിയിലിരിക്കട്ടെ, നമ്മുടെ വീടുകളിലിരിക്കട്ടെ, ആരും ആ ബൈബിളിനെ തകർക്കാൻ വരുന്നില്ല. അപ്പൊ ആ ബൈബിളും പിടിച്ച് വഴിയിലിറങ്ങി ഈ എന്നാ അതിന് പറയുന്നേ, തൊഴിലുറപ്പ് പദ്ധതിക്കാർ, അങ്ങനെ പെന്തക്കോസ്റ്റൽ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പറയുന്നത്. അതിൽ പ്രോപ്പറായിട്ടുള്ള അവിടുന്ന് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ആളുകളെ വഞ്ചിച്ച് ഇങ്ങനെ ഈ നടക്കുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം വിശദമായി പറയുന്നുണ്ട്. പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാരുടെ ജീവസന്ധാരണ പ്രതിസന്ധികളെ കുറിച്ച് ഒരു ലൈവ് വരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി അവരുടെ ഇടയിലെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അവരുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ ഇടയിൽ, ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ്. കാരണം ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ദുഃഖവും സങ്കടവും പറയുന്നത് പെന്തക്കോസ്റ്റുകാർ എന്നോട്. ഇവിടെ ഓർത്തഡോക്സുകാരൊന്നും അവരെ വിളിച്ച് അവരുടെ സങ്കടമൊന്നും എന്നോട് പറയാറില്ല, കത്തോലിക്കലും പറയാറില്ല, പെന്തക്കോസ്റ്റുകാർ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ കാരണം പെന്തക്കോസ്റ്റിനകത്ത് നിന്ന് ഞാനിത് പറഞ്ഞിട്ടൊന്നും അവർ ലിസൺ ചെയ്തില്ല. അതുകൊണ്ടാണ് പുറത്തോട്ടിറങ്ങി മെഗാഫോൺ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണുകൾ തുറക്കപ്പെടട്ടെ, മനുഷ്യരായി മാറട്ടെ ആളുകൾ, മനുഷ്യത്വം ഉണ്ടാകട്ടെ. അപ്പം അതാണ് സംഭവം. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ലീഗൽ വ്യൂ, ഈ പാശ്ചാത്യ ദൈവശാസ്ത്ര രീതിയിലുള്ള ഈ നിയമാധിഷ്ഠിത ദൈവശാസ്ത്രം, അപ്പൊ നിയമാധിഷ്ഠിത വീക്ഷണത്തിലുള്ള ദൈവശാസ്ത്രം, ആ ദൈവശാസ്ത്രം നമ്മളെ ഒരുപാട് കുഴപ്പങ്ങളിൽ എത്തിച്ചിരിക്കുക. ഇനി നമുക്ക്
നമ്മുടെ വക്കീലിന്റെ പോസ്റ്റിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാനൊരു വാക്യം വായിക്കാൻ എടുത്തു വെച്ചായിരുന്നു. തെസ്സലോനിക്ക ലേഖനം, ഈ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം. ഞാനിത് വായിക്കുന്ന അധികം ബൈബിൾ പരിചയമില്ലാത്തവർക്ക് ഒരു റെഫറൻസിന് വേണ്ടി 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6-ാം വാക്യം. സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പൊ ഈ വാക്യം വെച്ചിട്ടാണ് ഈ പെന്തക്കോസ്തുകാർ, പ്രത്യേകിച്ചും ഈ കൊല്ലത്ത് നിന്ന് അടുത്തയിടയ്ക്ക് പെന്തക്കോസ്തിൽ കടന്നു കയറിയ നഗ്നതാ പ്രദർശന വീരനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എപ്പോഴും പ്രസംഗത്തിൽ പറയുന്ന പ്രമാണമുണ്ട്, പ്രമാണമുണ്ടോ, നമുക്കതിന് പ്രമാണമില്ല. ഈ വാക്യങ്ങളാണ്. എന്ത് പ്രമാണമാണ്? അപ്പൊ അത് നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് ഗ്രീക്കില്, ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് പാരാഡോസിൻ എന്ന വാക്കാണ് ഈ പ്രമാണം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പാരാഡോസിൻ എന്ന വാക്ക് 3862 എൻട്രിയാണ്. പാരാഡോസിൻ, അതിന്റെ അർത്ഥം പാരമ്പര്യം എന്നാണ്. അപ്പം 2 തെസ്സലോനിക്കർ 3:6 വായിക്കുമ്പം വായിക്കേണ്ട, സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പാരമ്പര്യം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. അത് തന്നെയാണ് പൗലോസ് പല സ്ഥലത്തും പറഞ്ഞത്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം. അപ്പൊ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ്. ആ സഭയുടെ മാർഗദീപം പാരമ്പര്യമാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ്. ആ സഭയുടെ മാർഗദീപം പാരമ്പര്യങ്ങളാണ്, കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള പാരമ്പര്യം. ബോത്ത് ഓറൽ ആൻഡ് റിട്ടൺ ട്രഡീഷൻസ്. അപ്പം ലിഖിത പാരമ്പര്യങ്ങളും വാച്യ പാരമ്പര്യങ്ങളുമുണ്ട്. അപ്പോ ഓറൽ ട്രഡീഷൻസ് ആർ ദെയർ ആൻഡ് റിട്ടൺ ട്രഡീഷൻസ് ആർ ദെയർ. ബൈബിൾ ഈസ് എ റിട്ടൺ ട്രഡീഷൻ. എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ. എഴുതപ്പെടാത്ത ബൈബിളാണ് പാരമ്പര്യം. The unwritten Bible is tradition and written tradition is Bible. ഇപ്പൊ എഴുതപ്പെട്ട പാരമ്പര്യത്തെ ബൈബിൾ എന്നും എഴുതപ്പെടാത്ത ബൈബിളിനെ പാരമ്പര്യം എന്നും വിളിക്കുന്നു. അങ്ങനെ പാരമ്പര്യവും ബൈബിളും പരസ്പര പൂരകമായി ഒരുമിച്ച് സഭയിൽ ജീവസത്തായ ചൈതന്യമായി, സഭ ലോകത്തിന് വെളിച്ചമായി, ഭൂമിക്ക് ഉപ്പായി, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി 2000 വർഷങ്ങളെ കടന്ന് ഇന്നും ജയാളിയായി നിൽക്കുന്നു. ദാറ്റ് ഈസ് ദ ചർച്ച്. The gates of Hades shall not prevail against it. ഇതാണ് ട്രൂത്ത്. അല്ലാതെ ഇവര് പറയുന്ന പോലെ ഇവരിപ്പോ എന്താ, പാരമ്പര്യമാണോ സഭയാണോ ചർച്ച നടത്തുകയാണ്? പാരമ്പര്യമാണോ സഭയാണോ? അതൊരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ്. അത് പരസ്പരം കണക്റ്റഡ് ആണ്. മനസ്സിലായോ? പരസ്പരം കണക്റ്റഡ്. ഈ മനുഷ്യന് 2 കൈയുണ്ട്. ഈ 2 കൈ പരസ്പര വിരുദ്ധമല്ല. ഒരു സാധനമൊക്കെ എടുക്കുമ്പോൾ അത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം നമ്മൾ തിരിക്കുക, ഒരു സാധനം തുറക്കാൻ വേണ്ടി ഈ കൈ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഈ കൈ ഇങ്ങോട്ട് തിരിയും. അപ്പോഴാണ് അത് തുറക്കുന്നത്. അപ്പം അറിയാൻ പറ്റത്തോ ഈ കൈ 2 ഓപ്പോസിറ്റാണ് പ്രവർത്തിക്കുന്നു. ഓപ്പോസിറ്റ് അല്ല. ഇങ്ങനെ കാണുമ്പം ഇത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും അത് ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അപ്പൊ അതുപോലെ 2 പക്ഷിയുടെ 2 ചിറകുള്ളത് പോലെ പാരമ്പര്യവും തിരുവെഴുത്തും ഒരുപോലെയാണ് സഭയിൽ നിൽക്കുന്നത്. അതൊരിക്കലും പരസ്പര വിരുദ്ധമാണെന്ന് സഭയ്ക്ക് തോന്നുന്നില്ല. അത് പരസ്പര പൂരകങ്ങളാണ്. 1900 ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ഇത് ചെറിയ അക്ഷര. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഭാരത മണ്ണിന്റെ അടിസ്ഥാന നിയമ സംവിധാനമായി നിലവിൽ വന്നു. അതിനുശേഷം ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ 3 ഘടകങ്ങളും ആ ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ കർത്തവ്യ നിർവഹണം നടത്തുവാൻ പാടുള്ളൂ. നിയമനിർമ്മാണ സഭയ്ക്ക് ഭരണഘടനയേക്കാൾ സുപ്രീമസി ഇല്ല എന്ന് മാത്രമല്ല, ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ട് അതിനോട് കൂറു പുലർത്തുക എന്നതാണ് ദൗത്യം. ഇപ്രകാരം തന്നെയാണ് സഭയും ബൈബിളും തമ്മിലുള്ള കാര്യത്തിന്റെയും കിടപ്പ്. കണ്ടോ, ലീഗൽ വ്യൂ. തർജിമ ബൈബിൾ സമ്പൂർണമായ സഭയുടെ ഭരണഘടനയാണ്. ബടാ ഭയങ്കര കടുങ്ങാ കുടിക്കാം, ഭയങ്കരം തന്നെ. നിങ്ങൾ കേട്ടല്ലോ, ബൈബിൾ സമ്പൂർണമായ സഭയുടെ ഭരണഘടനയാണ്.
ഇത് കേൾക്കുന്ന സാധാരണക്കാർക്ക് നേരാണ്. പ്രിയമുള്ളവരെ, തെറ്റിദ്ധരിക്കരുത്. ബൈബിള് സഭയുടെ ഭരണഘടനയൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഈ ദമാസ്കസിന്റെ പടിവാതുക്കൽ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാൻ പോയ ഒരു ശൗല്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? 161 പേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം. ദമാസ്കസിന്റെ പടിവാതുക്കൽ സഭയെ ഉപദ്രവിക്കാൻ പോയ ശൗല് അവിടെ പെട്ടെന്നൊരു വെളിച്ചം അടിച്ചു. അങ്ങനെ താഴെ പോയി, കർത്താവേ നീ ആരാകുന്നു? അപ്പൊ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകുന്നു ഞാൻ. അപ്പൊ ഈ ഉത്ഥിതനായ ക്രിസ്തു, സ്വർഗസ്ഥനായ ക്രിസ്തു ഈ പൗലൂസിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന എന്നതാ, നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ താൻ ജനിച്ചിട്ടില്ല, താൻ വളർന്ന ആ നസറത്ത് എന്ന ഗ്രാമത്തെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്നിട്ടും മറന്നിട്ടില്ല. അപ്പൊ യേശുക്രിസ്തു പെന്റക്കോസ് അല്ലെന്നുള്ള ഉറപ്പാ. കാരണം പോന്ന വഴി മറക്കുന്നില്ല. ഒന്നും മറക്കുന്നില്ല. താൻ ജനിച്ചത് ബെത്ലഹേമില്ല, പക്ഷെ വളർന്ന നസറത്തിനെ എന്ത് ചെയ്യുന്നില്ല, മറക്കുന്നില്ല. പറയാ, ഞാൻ നസറായനായ യേശുവാണ്. അപ്പൊ അങ്ങനെ താൻ വളർന്ന ഗ്രാമത്തെ പോലും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോഴും അനുസ്മരിക്കുന്ന കർത്താവ് തന്റെ അമ്മയെ മറക്കുവോ? യൂസ് യുവർ കോമൺ സെൻസ്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ ഈ ഷെയർ ചെയ്തത്, ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ നീ ഉപദ്രവിക്കുന്ന നസറായന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു ഈ പൗലൂസ്. എഴുന്നേറ്റ് പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, 3 ദിവസം കഴിഞ്ഞ് പിന്നെ അവനെ കാഴ്ച വന്നു, അനന്യാസ് തലയെ കൈവച്ചു. പിന്നെ പൗലൂസ് ഉപദേശിയായി മാറി. പിന്നെ പൗലൂസ് ആദ്യമൊക്കെ ക്രിസ്ത്യാനികൾക്ക് സംശയമായിരുന്നു, ഇതിനെ കൂട്ടത്തിൽ പോലും കൂട്ടത്തിലായിരുന്നു, ഒരു സഭയിലും കൂട്ടുകയല്ലായിരുന്നു. അവസാനം ബർണബാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ധൈര്യത്തോടെ ചെന്ന് ഈ ശൗലിനെ വിളിച്ച് അന്ത്യോക്യയിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ശൗല് ആണ് പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ 14 എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 27 ഉള്ള, അതിൽ 14 എഴുതിയിരിക്കുന്ന ഈ ശൗലാണ്. ഈ ശൗല് സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ സഭയ്ക്കാണോ സീനിയോറിറ്റി ഉള്ളത്, പൗലൂസിനാണോ? നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക. അപ്പൊ ചർച്ചിനാണോ ഓതന്റിസിറ്റി ഉള്ളത്? ചർച്ചാണോ ഫൗണ്ടേഷൻ? പൗലൂസാണോ ഫൗണ്ടേഷൻ? പിന്നീട് മാത്രമല്ലേ പൗലൂസ് വന്നത്. എത്രയോ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ, ശമാശന്മാരിൽ പ്രധാനിയും സഹതന്മാരിൽ മുമ്പനുമായിരിക്കുന്ന സ്തേഫാനോസിനെ കൊല്ലുമ്പോ അവനെ കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ശൗലാണ് ഈ ശൗല്. സ്തേഫാനോസിനെ കൊല്ലാനൊക്കെ മേൽനോട്ടം വഹിച്ച ആളാണ്. ആ ആളാണോ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ? അപ്പൊ അദ്ദേഹം ഉപദ്രവിക്കുമ്പോൾ സഭ എവിടെയുണ്ട്? പിന്നീട് എത്രയോ നാൾ കഴിഞ്ഞാണ് അദ്ദേഹം ഈ ലേഖനങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് സഭയുടെ അടിസ്ഥാനം ഒരിക്കലും ബൈബിളല്ല. സഭയുടെ അടിസ്ഥാനം ബൈബിൾ ആകുവാൻ കഴിയുന്നതുമല്ല. ദാറ്റ് ഈസ് നോട്ട് ലോജിക്കൽ. ആ വാദം ലോകത്തൊരു കോടതിയിലും നിലനിൽക്കത്തില്ലെന്ന് വക്കീൽ മനസ്സിലാക്കണം. വക്കീൽ ഇളിഭ്യനായി പോകും ഈ വാദവുമായിട്ടൊരു കോടതി ചെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിയമ കാഴ്ചപ്പാട് തന്നെ നിങ്ങൾക്കെതിരായിരിക്കും. കാരണം കോടതി ആദ്യം ഡേറ്റ് നോക്കും. ചർച്ച തുടങ്ങിയ എന്നാണ്, ബൈബിൾ എഴുതിയ എന്നാണ്. എന്നിട്ട് വക്കീലാണെന്ന് പോലും ഓർക്കാതെ നിഘണ്ടുവിലില്ലാത്ത ചില വാക്യങ്ങൾ ജഡ്ജി വക്കീലിനോട് പറയും. അന്ന് വക്കീലിന് മനസ്സിലാവും. മനസ്സിലായ വക്കീലിന്? വക്കീൽ എന്നെ പൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അതിനകത്ത് പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാക്കരുത്. അതിൽ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വക്കീലിനെ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ റോക്കറ്റിന്റെ 1ാം ഘട്ടം കത്തി എരിഞ്ഞ് താഴെ പോന്നിരിക്കുന്നു. സാർത്ഥവാഹ സംഘം മുൻപോട്ട്, നമ്മൾ മുകളിലോട്ട് പോവാണ്. കാരണം ഇതെല്ലാം ബോഷ്കാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഭേദാഭേദങ്ങൾ വിവേചിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഈ രീതി പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. അപ്പൊ സഭയ്ക്കാണ് പ്രാധാന്യം, സഭയാണ് അടിസ്ഥാനം, സഭയ്ക്കാണ്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്.
The gates of Hades shall not prevail against it. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടുന്ന, ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ സഭയുണ്ട്. ആ സഭയ്ക്കാണ് അധികാരം. ആ സഭയ്ക്കാണ് അധികാരം, അല്ലാതെ മറ്റൊന്നിനുമല്ല അധികാരം. ആ സഭ അപ്രൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ബൈബിളായിട്ട് നിൽക്കുന്നത്. കാരണം ഈ ബൈബിൾ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ് ഒന്നും ലഭ്യമല്ല. ഏർലിയസ്റ്റ് അവൈലബിൾ മാനുസ്ക്രിപ്റ്റ്സ് 4-ാം നൂറ്റാണ്ടിൽ. നിങ്ങൾ ഈ ബൈബിളും ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഏർലിയസ്റ്റ് അവൈലബിൾ മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ദിസ് ബൈബിൾ ഈസ് ഫ്രം 4th century. അപ്പൊ 4-ാം നൂറ്റാണ്ടിൽ നിന്ന് മാത്രമാണ് ഇതിന്റെ ഏറ്റവും പഴയ ഒരു പതിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ 4 നൂറ്റാണ്ടിനപ്പുറത്തുള്ള 3 നൂറ്റാണ്ടുകൾ നിങ്ങൾ സഭയെ വിശ്വസിച്ചാൽ മതിയാകൂ. You must believe each and every Christian on the face of this earth must believe the church and mother of God. പരിശുദ്ധ ദൈവമാതാവിനെയും സഭയെയും വിശ്വസിക്കാതെ ഒരാൾക്കും ക്രിസ്ത്യാനിയായി തുടരുവാൻ സാധ്യമല്ല. പരിശുദ്ധ ദൈവമാതാവിനെയും സഭയെയും വിശ്വസിക്കാതെ ഒരാൾക്കും ക്രിസ്ത്യാനിയായി തുടരുക സാധ്യമല്ല. പരിശുദ്ധ ദൈവമാതാവിനെയും സഭയെയും വിശ്വസിക്കാതെ ഒരാൾക്കും ക്രിസ്ത്യാനിയായി തുടരുക സാധ്യമല്ല. തെളിയിക്കാൻ പോവാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അത് പെന്തക്കോസ്ത് ബൈബിളിൽ കൃപ ലഭിച്ചവളെ എന്ന് തിരുത്തി തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ആംഗ്ലിക്കൻ ബുദ്ധി. അത് മൂലഭാഷ വായിച്ചാൽ മതി, അപ്പം വിവരം മനസ്സിലാവും. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അപ്പൊ ദൂതം വന്നിങ്ങനെ പറഞ്ഞു, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ കന്യക ഗർഭിണിയായി. അപ്പൊ യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ചുള്ള വസ്തുതയാണ്. അടുത്ത ചോദ്യം, ദൂതൻ വന്ന് മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ സാക്ഷികളാരാണ്? ഓരോ പെന്തക്കോസ്തുകാരനും മറുപടി പറയണം. മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. എനിക്കെതിരെ ഫത്വ എഴുതാൻ വേണ്ടിയിരിക്കുന്ന പാസ്റ്റർക്ക് വേണമെങ്കിലും പറയാം. അദ്ദേഹമാണ് ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മറിയത്തെ ദൂഷിക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന മറിയത്തെ ദൂഷിക്കുന്ന ആളെ. വലിയ മിടുക്കനാണെന്നാ വിചാരം. മറിയത്തെ ദൂഷിച്ചോരെ ചെറിയ ലൊടുക്ക് പോയിന്റൊക്കെ പറയും. എന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഈ ദൂതൻ വന്ന് മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു, മംഗളവാർത്ത നൽകി, വചനിപ്പ് നൽകി, അതിന്റെ സാക്ഷി ആരാണ്? വക്കീലിന് പറയാം, കാരണം വക്കീലിന് സാക്ഷി വേണമല്ലോ. കോടതിയിൽ എവിഡൻസ് ആൻഡ് വിറ്റ്നസസ് ആണ്, സാക്ഷികളും തെളിവുകളും. അപ്പൊ മറിയത്തോട് ദൂതൻ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ സാക്ഷി ആരാണ്? സാക്ഷി അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ സെൽഫ് അറ്റസ്റ്റേഷൻ അക്സെപ്റ്റബിൾ ആണ്. കാരണം അമേരിക്കൻ സിറ്റിസൺ അത്ര പ്രാധാന്യം ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറ്റസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ വേറൊരുത്തരം നമ്മൾ തന്നെ പറയുകയാണ്, ഞാനാണ്, എന്നാണ്, ഇത് ശരിയാണ്, ഒപ്പ്. ഇന്ത്യയിലുണ്ടല്ലോ സെൽഫ് അറ്റസ്റ്റേഷൻ. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയ ഒരുത്തനെ സാക്ഷിയായി കൊണ്ടുവരാൻ കാണാഞ്ഞതുകൊണ്ട് താൻ തന്നെ സ്വയമായിട്ട് എന്ത് ചെയ്തു? സാക്ഷിയാക്കി. എന്നാണ്, ഞാൻ തന്നെ ഇത് നിവർത്തിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടുണ്ട് എബ്രായ ലേഖനത്തിൽ. ഇവിടെ എന്റെ ചോദ്യം, മറിയത്തോട് ദൂതൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, നീ എന്ത് ചെയ്യും? ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. ഇങ്ങനെ ദൂതൻ പറഞ്ഞു എന്നതിന്റെ തെളിവ് എന്താണ്? സാക്ഷി ആരാണ്? ഈ കോളം പെന്തക്കോസ്തുകാർ പൂരിപ്പിക്കുക. ആരാ? അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, തെളിവുകൾ കൊണ്ടുവരാൻ മറന്നിടല്ലേ. വക്കീലായാലും മിത്രമായാലും തെളിവുകൾ കൊണ്ടുവരാൻ മറന്നിടല്ലേ. പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾ വിശ്വസിക്കല്ലാതെ തരമില്ലടാ കൊച്ചാ, തരമില്ല.
പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. അപ്പൊ ഓൾ ക്രിസ്ത്യാനിറ്റി, മുഴുവൻ ക്രിസ്ത്യാനിറ്റിയും, അത് നിന്റെ കാൽവിനായാലും ലൂതറായാലും വെസ്ലി ആയാലും റൂദർഫോർഡ് ആയാലും, നീ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നീ അവസാനം തൂങ്ങി നിൽക്കുന്നേ. ഹോൾ ക്രിസ്ത്യാനിറ്റി ഈസ് ഹാങ്ങിങ് ഓൺ ദ ടെസ്റ്റിമണി ഓഫ് സെയിന്റ് മേരി. പരിശുദ്ധ മറിയത്തിന്റെ ഒരൊറ്റ സാക്ഷ്യത്തിലാണ് മുഴുവൻ സഭയും തൂങ്ങി നിൽക്കുന്നത്. അപ്പൊ മുഴുവൻ സഭയെയും തൂക്കി നിർത്തിയിരിക്കുന്ന സാക്ഷ്യവാചകം പറഞ്ഞ സാക്ഷ്യപ്പെട്ടകമാണ് പരിശുദ്ധ മറിയം. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലില്ലല്ലോ. ആള് മുങ്ങിയല്ലോ. എവിടെ പോയി എന്റെ കിനാക്കൾ, എവിടെ പോയി എന്റെ കിനാക്കൾ? പെന്തക്കോസ്ത് കിനാക്കളിൽ കരിയോയിലൊഴിക്കുന്ന മുൻ പാസ്റ്റർ ഷിബു പീഡിയക്കൽ. അടുത്ത ആഴ്ച പത്രത്തിനുള്ള ക്യാപ്ഷൻ ഞാൻ പറഞ്ഞുതരാം, നീ എഴുത്. ഇതാണ് പ്രശ്നം. പരിശുദ്ധ മറിയത്തെ മറന്ന് ക്രിസ്തീയ ജീവിതമില്ല. കാരണം ഹോൾ ക്രിസ്ത്യാനിറ്റി, ഹോൾ തിയോളജി, എല്ലാ ദൈവശാസ്ത്രവും തൂങ്ങി നിൽക്കുന്ന ആ ഒരൊറ്റ വാക്കിലാണ്. കാരണം ദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ സാക്ഷിയില്ലായിരുന്നു. ദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ സാക്ഷിയില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങളിങ്ങനെ അടിസ്ഥാനപരമായി പഠിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് സഭയ്ക്കാണ് ഇതിനെല്ലാം അധികാരമുള്ളത്. സഭ വിട്ടുപോയ മക്കൾ, ഒരു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരാള് പെന്റക്കോസ്റ്റിലോട്ട് പോകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ? പല കാരണങ്ങളാൽ പോകും. കൂടുതൽ ആളുകൾ പോകുന്നത് ഈ വിവാഹം, അതായത് പുനർവിവാഹത്തോടുള്ള പെന്റക്കോസ്റ്റിലാണെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. എന്നാൽ നമ്മൾ അതെല്ലാം ഗ്ലോറിഫൈ ചെയ്യും. ഈ പെന്റക്കോസ്റ്റുകാർ ഗ്ലോറിഫൈ ചെയ്യും. കാരണം ഇന്നലെ ഹല്ലേലൂയ പത്രം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്ക്. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ ഇന്നയാൾക്ക് ഇന്നുപോലെ ഒരു വിവാഹം വേണം. വേറെ തന്റേതല്ലാത്ത കാരണത്താൽ 2 പ്രാവശ്യം വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും പുള്ളി ഇപ്പോൾ സുവിശേഷം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സുവിശേഷ വേലയിൽ താല്പര്യമുള്ള 50 വയസ്സിൽ താഴെ പ്രായമുള്ള യുവതികളിൽ നിന്ന് വിവാഹാലോചന ക്ഷണി, ഇങ്ങനെയൊക്കെയല്ല. കാരണം ഇതെല്ലാം ഈ ഒത്തിരി സാക്ഷ്യമില്ലാതെയും ബ്രോക്കൺ റിലേഷൻഷിപ്പും പിന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ഉണ്ടല്ലോ, സഭ അംഗീകരിക്കാത്ത വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ളവരാണ് ഈ പെന്റക്കോസ്റ്റിൽ പോകുന്ന കൂടുതൽ ആളുകൾ. പക്ഷെ അവരൊരിക്കലും നമ്മളെ പട്ടണത്തിലൊക്കെ അവർ നല്ല ഒരുങ്ങി ചമഞ്ഞൊക്കെ ഇങ്ങനെ ഒരു അപ്പൊ കർത്താവ് നോക്കി പറയും, നിനക്ക് 5-6 പേര് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവന് നിന്റെ ആളല്ലല്ലോ ഇടി വെണ്ണേ എന്ന്. അമ്മാമയ്ക്ക് ഉണർവും ഭയങ്കര ഉണർവുമായിരിക്കും. അപ്പൊ ഇത് സാധാരണക്കാരായ ഓർത്തഡോക്സുകാർ നേരെ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ നേരെ എന്നുള്ള, അപ്പൊ നേരെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ കാണുമ്പം ഇവർക്ക് ഭയങ്കര ഉണർവാണല്ലോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പൊ ഇതിന്റെ കാരണം ഇവർക്ക് ഈ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുന്നത് വലിയ ആഗ്രഹമാണ്, പക്ഷെ നിർത്തത്തില്ല. അതാ പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് അവർ ചാടിപ്പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ലപോലെ ജീവിക്കുന്ന ആളുകൾ അതിനകത്ത് കുടുങ്ങി കിടക്കരുത്. പിന്നെ മറ്റു ചില ബന്ധനങ്ങളുണ്ട്, പേടിപ്പീരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ച്. വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ച്? ഗോസിപ്പിംഗ് ഓഫ് ഫൗൾ മൗത്ത്ഡ് ലേഡീസ്. മനസ്സിലായോ? കെട്ടവായുള്ള പെണ്ണുങ്ങളുടെ പരദൂഷണമാണ് പെന്റക്കോസ്റ്റ് സഭയുടെ അടിസ്ഥാനം. എനിക്കത് അറിയാവുന്ന 25 കൊല്ലം ഞാൻ അതിനകത്താണ്. കാരണം ഇവര് പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കും, കർത്താവ് ശിക്ഷിക്കും കേട്ടോ, വലിയ ദോഷം വരും, സഭ വിട്ട് പോകരുത്. കാരണം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലാവും, സംഗതി പെട്ടു എന്ന് മനസ്സിലാവും. പക്ഷെ തിരിച്ചു പോകത്തില്ല. കാരണം ഈ ഞണ്ട് പിടിക്കുന്ന പോലെ ഒരു പിടുത്തമാണ്. ഈ ഞണ്ടിനെ ഇടുന്ന ബേസിനുണ്ട്, മൂടിന്റെ ആവശ്യമില്ല, ഒരെണ്ണം കയറി പോകത്തില്ല. കാരണം താഴത്തെ ഞണ്ടിങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഞണ്ട് സഭയാ. ഒരു മനുഷ്യനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സമ്മതിക്കത്തില്ല, കയറ്റിവിടാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത്, ഒരു സ്വതന്ത്ര സഭ അതിന്റെ അംഗങ്ങൾക്കെല്ലാം രഹസ്യ സർക്കുലർ കൊടുത്തു, ഷിബു പീഡിയക്കന്റെ ലൈവ് കാണരുത്,
ദൈവം തമ്പുരാൻ ഈ കനി പറിക്കരുതെന്ന് പറഞ്ഞിട്ട് പറിച്ചവനാ മനുഷ്യൻ. അതുകൊണ്ട് നീ പറഞ്ഞാൽ അവർ കാണാതിരിക്കുമോ? ഇത്രയായാലും നീ എന്തിനാ വേദപുസ്തകം വായിച്ചേ? എന്റെ ലൈവ് കണ്ട ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല. ഇനി നിങ്ങൾ എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ തന്നാൽ പോലും വരത്തില്ല, കാരണം എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ ബാങ്ക് കൊള്ളയടിക്കത്തില്ല. നിങ്ങളുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട്, ഇതിനൊന്നും എനിക്ക് നേരമില്ല. എന്റെ ലൈവ് കണ്ടാൽ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും, അത്രേ ഉള്ളൂ. അത് ഭയപ്പെടുന്ന നിങ്ങളുടെ മതമുതലാളി, മനസ്സിലായോ? നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്ന അവന്റെ പേരെന്നതാ? എല്ലാവരും ഈ വാക്ക് പഠിക്കണം, ഇതെല്ലാം പുതിയ കോയിൻ ചെയ്യുന്നത് നമ്മളിവിടെ. നമുക്കിങ്ങനെ ഡയറക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. മതമുതലാളി. ഇവരൊന്നും നമുക്ക് ദൈവദാസൻ എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. വേണം ദ്രവ്യദാസൻ എന്ന് വിളിക്കാം. ദ്രവ്യദാസൻ, മാമോന്റെ ദാസൻ. അപ്പം നമുക്ക് ഈ മതമുതലാളിമാര് നിങ്ങളോട് പറയാം അത് കേൾക്കരുത്, നിങ്ങൾ ഇതൊന്ന് കേട്ടാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പൊ അതുകൊണ്ട് ഈ തെറ്റായ കാരണങ്ങളാൽ എന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ പറ്റാത്ത തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ പെന്തക്കോസ്ത് നിൽക്കുന്നവരാണ് കൂടുതൽ, ഷുവറായിട്ടും. കാരണം ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ട്. അവർ സോഷ്യൽ അപ്ഗ്രഡേഷന് വേണ്ടി പെന്തക്കോസ്തായി പ്രിറ്റൻഡ് ചെയ്യുകയാണ്. വിശ്വാസമില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യാനിയാണ്, അതാണ് ഇതാണ്. പിന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, നിങ്ങളെന്ന് പറഞ്ഞാൽ അത് കാത്തലിക് അല്ലെങ്കിൽ വിഗ്രഹാരാധനയാണ്, മറ്റേതാണ് മറിച്ചാണ്. ഇവനില്ല, ട്രഡീഷൻ ഇല്ലാത്തതിന്റെ അസൂയാണ്. അതുകൊണ്ട് നല്ല കുടുംബങ്ങളും നല്ല പാരമ്പര്യങ്ങളും ഉള്ള വിശ്വാസികൾ, നിങ്ങൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളിലൊന്നും പെട്ടിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തനിമയിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങണം. അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തത്തിലേക്ക്, നിങ്ങളുടെ തനിമയിലേക്ക്, നിങ്ങളുടെ തറവാട്ടിലേക്ക് നിങ്ങൾ മടങ്ങണം. ഞാൻ അങ്ങനെയുള്ളവരോട് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പല കാരണങ്ങളാൽ വന്നു വീണവരുണ്ട്, മനസ്സിലായില്ലേ? ചില പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി വീണവരുണ്ട്, ചിലരോടുള്ള മാനസിക അടിമത്തം നിമിത്തം. ഇപ്പൊ ഗൾഫിൽ ചെന്ന് ജോലി മേടിച്ചു കൊടുത്തവരാണ്, അല്ലെങ്കിൽ അവരുടെ കമ്പനി ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാനസിക അടിമത്തം, മെന്റൽ ഹൈജാക്കിംഗ് കൊണ്ട് പെന്തക്കോസ്ത് നിൽക്കുന്നവരുണ്ട്, പേടി കൊണ്ട് നിൽക്കുന്നവരുണ്ട്. അവരൊന്നും ലൈവ് ഒന്നും കേൾക്കണ്ട, പേടിച്ച് തന്നെ നിങ്ങളുടെ കാലം കഴിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പേടി കൊണ്ട്, കടപ്പാട് കൊണ്ട്, ബന്ധം കൊണ്ട്, മറ്റു തരത്തിലുള്ള ഇമ്മോറലായിട്ടുള്ള സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാലാണ് ഇത് കിടക്കുന്നത്. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് പെന്തക്കോസ്തിൽ കിടക്കുന്ന ഓർത്തഡോക്സുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊരു ചെറിയ ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷം ഈ ബൈബിൾ പ്രകാരം ഓർത്തഡോക്സ് വിശ്വാസം ശരിയല്ല, ബൈബിൾ പ്രകാരം അല്ലെങ്കിൽ കാത്തലിക് വിശ്വാസം, ഞാൻ ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഓർത്തഡോക്സ് വിശ്വാസം ശരിയല്ല, അല്ലെങ്കിൽ കാത്തലിക് വിശ്വാസം ശരിയല്ല. ബൈബിൾ പ്രകാരമുള്ള കൃത്യമായ വിശ്വാസം പെന്തക്കോസ്ത് വിശ്വാസമാണ് എന്ന് ധരിച്ചു വശായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പെന്തക്കോസ്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവരെ മാത്രമാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം വിടാം. അതുകൊണ്ട് ദയവായി ഈ വിവാഹമോചന കേസുള്ളവനും രണ്ടാം കെട്ടുകാരനും ഒന്നും എന്നോട് പ്രതികരിക്കാൻ പോകണ്ട. എന്റെ പൊന്നു കുഞ്ഞ്, നിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, നിനക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നോട് പ്രതികരിക്കുന്നവരെല്ലാം തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഞാൻ നടത്തി കംപ്ലീറ്റ് റിപ്പോർട്ട് വന്ന എല്ലാം ആ ടൈപ്പാണ്. സത്യസന്ധമായി പിന്നെയുള്ള ഒരു കൂട്ടർ ഉപജീവനാർത്ഥായ നമഃ, മനസ്സിലായോ? ഉദരം നിമിത്തം ബഹികൃത വേഷം എന്ന കാറ്റഗറിപ്പെട്ട് പണം സമ്പാദിക്കുന്നവർ, ചെറുതൊന്നുമല്ല വലിയ തുകകൾ സമ്പാദിക്കുന്നവരുണ്ട്. അവർക്കൊരിക്കലും ഇത് വിട്ടുമാറാൻ പറ്റത്തില്ല. എന്റെ വലിയ കൊണ്ട് പറയുന്നത് വാർമീൻ വെച്ച് പട്ടിയെ തല്ലേ പട്ടി മാറുമോ എന്ന് ചോദിക്കുന്നത്. മീൻ കൊണ്ട് പട്ടിയെ തല്ലേ പട്ടി പോകുമോ? അപ്പൊ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഈ കാറ്റഗറിപ്പെട്ട ഈ 4 കാറ്റഗറിയിലുള്ള ആളുകളാണ് എന്നെ എതിർക്കുന്നത്. സത്യസന്ധമായി ഈ വേദപുസ്തകം ഞാൻ വിശ്വസിക്കുന്നു, ഈ വേദപുസ്തകം ശരിയാണ്, ഇത് പ്രകാരമുള്ള ശരിയായ സഭ പെന്തക്കോസ്ത് ആണെന്ന് വിശ്വസിച്ച് പെന്തക്കോസ്തിൽ പോയ ഒരാൾ പോലും എന്നെ എതിർക്കുന്നില്ല. അവർ മറിച്ച് വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. അങ്ങനെയുള്ളവരോടെ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ഈ വിവാഹമോചന സേട്ടന്മാരും അവരൊക്കെ ഒന്ന് മാറി നിന്നേക്കണം. നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. നിഷ്പക്ഷമായി, നിസ്വാർത്ഥരായി, നിഷ്കളങ്കരായി ഇതിനകത്ത് നിൽക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു.
മനസ്സിലായോ? വേറൊരു കാരണങ്ങളാലല്ല. ഞാൻ വിശ്വസിച്ചത് ഇത് പ്രകാരമുള്ള കറക്റ്റ് സഭ അതാണ്. അതുകൊണ്ട് ഞാൻ വായനയും നിർത്തിയില്ല, പഠനവും നിർത്തിയില്ല. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഇത് മേക്ക് ഷുവർ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. മുന്നോട്ട് പോയപ്പോൾ കോൺട്രഡിക്ഷൻസ്. ഞാൻ പല പാസ്റ്റേഴ്സിനോട് ചോദിച്ചു സംശയം. ഓൺലി സൈലൻസ് വാസ് ദെയർ റെസ്പോൺസ്. ഇന്നും അതാ മറുപടി നിശബ്ദതയാണ്. കാരണം അവർക്കറിയാൻ കുഴപ്പം. അപ്പം എന്റെ സത്യം ഞാൻ കണ്ടെത്തിയില്ല, ആ സത്യം എന്നെ തേടി വന്നു. ആ സത്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. The truth and foundation of the foundation and pillar of the truth is church. അപ്പം സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ്. ഞാൻ എന്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തത് സഭയാണ്. പെന്റക്കോസ്റ്റൽ സഭയുടെ അടിസ്ഥാനം എന്താണ്? എന്തിനാണ് പെന്റക്കോസ്റ്റ് സഭ തുടങ്ങിയത്? തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് കൊണ്ടാണോ? ഓരോ പെന്റക്കോസ്റ്റുകാരനും സ്വയം ചോദിക്കണം. ഹിസ്റ്ററി പഠിക്കണം, ചരിത്രം പഠിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഹിസ്റ്ററി പഠിക്കണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം, പുറകോട്ട് സഞ്ചരിച്ചാൽ ഞാൻ ഒരു അന്ന് വരെ 1906 ശേഷമാണ് ഈ പെന്റക്കോസ്റ്റൽ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. എന്ത് തിയോളജിക്കൽ ഡിസ്പ്യൂട്ടില്ല, എന്ത് ദൈവശാസ്ത്രപരമായ ഭിന്നത കൊണ്ടാണ് നിങ്ങൾ സഭ തുടങ്ങിയത്? ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങൾ അടർന്നു മാറിയത്? ആ ഗ്രൂപ്പ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ദൈവശാസ്ത്ര വിഭിന്നത എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പാപ്പച്ചന്റെ സഭയിൽ നിന്ന് മാറി സൂസമ്മ സഭ തുടങ്ങിയത് എന്ത് ദൈവശാസ്ത്ര കോൺഫ്ലിക്റ്റ് ആണ്? തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. ഹ്യൂസ്റ്റണിലെ ഹെബ്രോൻ സഭയിൽ നിന്ന് മാറി ബെഥേൽ സഭ ഉണ്ടാക്കിയത് എന്ത് തിയോളജിക്കൽ കോൺഫ്ലിക്റ്റിലാണ്? നമ്മൾ പുതിയ സഭകൾ ഉണ്ടാക്കുന്നത് എന്താണ് തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്? പേഴ്സണൽ ഈഗോയാണ്. ഈ സഭകളെല്ലാം പേഴ്സണാലിറ്റി കൾട്ടാണ്. ഖേദപൂർവ്വം ഞാൻ നിങ്ങളെ തെര്യപ്പെടുത്തട്ടെ, യു ബിലോങ് ടു എ പേഴ്സണാലിറ്റി കൾട്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ സഭയാണോ, സത്യസഭയാണെന്നോ ഉടനെ എടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിങ്ങളെ പുകഴ്ത്തി പ്രോത്സാഹിപ്പിച്ചൊക്കെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്, നിങ്ങൾ കുടുംബമായി അംഗത്വം എടുത്തിരിക്കുന്നത് ഒരു കൾട്ട് ഗ്രൂപ്പിലാണ്, ഒരു പേഴ്സണാലിറ്റി കൾട്ടിൽ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ സഭയുടെ സ്വത്തുക്കൾ ആരുടേതാണ്? നിങ്ങൾ സ്തോത്രകാഴ്ച കൊടുത്തതും പിരിവെടുത്തതും ഫണ്ട് റേസ് ചെയ്തതും നിങ്ങൾ വാങ്ങുന്ന സ്വത്തുക്കൾ ആരുടെ പേരിലാണ്? എല്ലാം വ്യക്തികളുടെ പേരിലാണ്. നാളെ നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നിവൃത്തിയുള്ളൂ. ഇവിടെ എനിക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ നടത്തും, സൗകര്യമുള്ളവൻ ഇവിടെ നിന്നാൽ മതി എന്നാ. സൗകര്യമുള്ളത് നീ ഇറങ്ങിപ്പോ, ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ദുഃഖത്തോടെ തിരിച്ചറിയണം, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന വലിയൊരു വിപത്തിലാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനെ അതിൽ നിന്ന് രക്ഷിക്കാം. കാരണം നിങ്ങൾ അതിനകത്ത് നിന്നിട്ട് വിശേഷവുമില്ല. കാരണം അവിടെയുള്ള തിയോളജി പഠിച്ചാൽ ഈ പിള്ളേര് മുന്നോട്ട് പോയി കഴിയുമ്പം ആരെങ്കിലും നല്ല ആണുങ്ങളുമായിട്ട് മുട്ടിയാൽ അവർ തകർന്നു പോകും. അപ്പൊ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകും. വിശ്വാസ കപ്പൽ തകർന്നു പോയിട്ട് അവർ ബഹുദുഃഖങ്ങൾക്ക് അധീനരായി ഈ ലോകത്ത് അലഞ്ഞുഴലും. കാരണം അവരെ സംബന്ധിച്ച് ക്രിസ്തു വെറും കെട്ടുകഥയായിത്തീരും. കാരണം നിങ്ങൾ പഠിപ്പിക്കുന്ന തിയോളജി, അല്ലെ നിങ്ങൾ പോകുന്ന പേഴ്സണാലിറ്റി കൾട്ടിൽ കേൾക്കുന്ന തിയോളജി അടിസ്ഥാനമില്ലാത്തതാണ്. അപ്പൊ ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച് ഈസ് ഓർത്തഡോക്സിയാണ് സഭയുടെ ഫ്യൂച്ചർ. ആ ഓർത്തഡോക്സ് തിയോളജിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി ആൻസേർഡ്. ഓൾ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും ഉത്തരം നൽകപ്പെടുന്ന ആ സത്യസഭയുടെ ഉപദേശമാണ്. അപ്പൊ ഇതൊരു പേഴ്സണാലിറ്റി കൾട്ടാണ്. നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് പേഴ്സണാലിറ്റി കൾട്ടിലാണ്. ഇത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയുള്ളത് ഈ വ്യാജ രോഗശാന്തികളാണ്. വ്യാജ രോഗശാന്തികൾ ധാരാളം. നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്ന രോഗശാന്തി വ്യാജമാണ്. അതൊരു ടെക്നിക്കാണ്. പറയാൻ പാടില്ലാത്ത എന്നാലും പറയാം.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലും ഈ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ലഭിച്ചു കഴിഞ്ഞു, ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു, എന്നിട്ട് ഇവര് ലഭിച്ചതിനായി സ്തോത്രം. ഒരു തരം ബ്രെയിൻ വാഷിംഗ് ആണ്. അപ്പൊ നിങ്ങളോട് അവിടെ ചെല്ലുമ്പോൾ തൊട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു പുതുതായിട്ട് ആൾ ചെല്ലുമ്പോൾ തൊട്ട് വളരെ എക്സ്പെക്ടേഷനോടെ ചെല്ലുകയാണ്. ഭയങ്കര ഹൈ റിസപ്റ്റീവ് മൈൻഡാണ് എന്ന് പറഞ്ഞാൽ ആ തീരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ കൊടുത്താണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിങ്ങനെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് എന്ത് പറഞ്ഞാലും അതേപടി അത് നമ്മൾ വിഴുങ്ങുകയാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കണം, ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടുവേദനയുള്ള ഒരാൾ ചെല്ലുകയാണ്. അയാളെ വിളിക്കുകയാണ് സ്റ്റേജിലോട്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നടുവേദന ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ മാറിയോ? മാറിയില്ലെന്ന് എങ്ങനെ പറയുന്നത്? ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക. അപ്പൊ ഇത്രയും വീഡിയോ, ഇത്രയും ജനങ്ങളെ ആരവാരവം, ഓർഗന്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈറ്റ്, വീഡിയോ, ഇവര് വിശ്വസിക്കുന്നു ഇവിടെ ഈ കൺഫെഷനിലാണ് ഈ സൗഖ്യം കിട്ടുന്നത്. ഭൂരിപക്ഷം പറയും മാറിയിരിക്കുന്നു. കാരണം മാറിയിരിക്കുന്നു എന്ന് പറയണമെന്ന് പഠിപ്പിച്ചിരിക്കുക. ഒന്നും രണ്ടും ക്ലാസ് അല്ല, തുടർമാനമായിട്ട് കേൾക്കുന്ന ഇതാണ്. നിങ്ങൾ ഉള്ള പോലെ പറയണമെന്നൊന്ന് പഠിപ്പിച്ചേ. നിങ്ങൾ പഠിപ്പിക്കുക, ഉള്ളതുപോലെ പറയണം. ക്രിസ്തീയ വിശ്വാസം തോന്നലുകളിൽ അധിഷ്ഠിതമല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ യുവർ ഫീലിങ്സ്. അതാണ് ഇവരുടെ വേറൊരു ടീച്ചിങ്. ഇതൊക്കെ ഞാൻ ടീച്ച് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടായി പറയുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ഇവിടെ വിഷയമല്ല. ദൈവവചനത്തിലാണ് ദൈവവചനമാണ് പറയുന്നത്. നിങ്ങൾ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അപ്പൊ ഇത്രയും ടീച്ച് ചെയ്ത ഒരാളെയാണ് കയറ്റി നിർത്തി ചോദിക്കുന്നത്, സൗഖ്യമായോ? ആര് സൗഖ്യമായെന്ന് പറയുന്നു? അപ്പൊ അത് വീഡിയോ എടുത്തു, അത് ട്രാൻസ്മിറ്റ് ചെയ്തു. അവർക്ക് ഈ കരിയാപ്പില കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. അവർക്ക് ഈ കരിയാപ്പില കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. പിന്നെ അതിന്റെ CD ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇയാൾ ചത്ത് അയാളെ കുഴിച്ചിട്ട് കഴിയുമ്പോഴും ഇയാളുടെ സൗഖ്യത്തിന്റെ CD ഇങ്ങനെ ഓസ്ട്രേലിയ, കാൻബറ, എഡിൻബർഗ്, അങ്കാറ കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇതിങ്ങനെ കണ്ട് കോൾമേർ കൊള്ളുകയാണ്. അതൊരു വഞ്ചനയാണ്. അങ്ങനെ കുറെ വഞ്ചനകളുണ്ട്. അടുത്ത ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ നമ്മളിങ്ങനെ ഓരോരോ വഞ്ചനകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, അതുകൂടെ അഡ്രസ് ചെയ്യാവുന്നതാണ്. ഈ പിന്നെ കഷ്ടപ്പാട് വന്നു കഴിയുമ്പോൾ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, അതായത് ഒരിക്കലൊരു 22 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കുറെ വർഷം മുമ്പാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു, ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. പതിവ് പോലെ കൊച്ചു മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പം ഈ ശവസംസ്കാരത്തിന് ഞാനും പോയി. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ വിരളമായിട്ട് ശവസംസ്കാരത്തിന് പോകത്തുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ശവസംസ്കാരത്തിന് പോയാൽ കഴിഞ്ഞ് ഞാൻ കരയും. എനിക്ക് അങ്ങനെ ഒരു കൺട്രോൾ ഇപ്പൊ തന്നെ ആണെങ്കിലും ഒരുമാതിരിപ്പെട്ട മരണമൊന്നും തന്നെ ആളുകൾ അറിയിക്കാറില്ല ഞങ്ങളുടെ നാട്ടിൽ നിന്നാണെങ്കിലും. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവില്ല. അത് ഞങ്ങളുടെ പാസ്റ്ററെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഇവിടെ അമേരിക്കയിലെ പാസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. എന്നോട് പറഞ്ഞു ഇന്ന് വരെ ഒരു ആൾ മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല. വളരെ കൂളായിട്ട് കണ്ണ് വേണം തിരുമ്പി അടച്ച് കുഴിച്ചിടും. അത് ഓരോരുത്തരുടെ ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് പക്ഷെ ഈ പെങ്കൊച്ചു മരിച്ചപ്പം ആ പെണ്ണിന്റെ ആങ്ങളെയൊക്കെ ആയിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ളതുകൊണ്ട് ചെന്നില്ലെങ്കിൽ, സാധാരണ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഈ മരിച്ച വീട്ടിൽ ശവസംസ്കാരം കഴിഞ്ഞ് അന്ന് വൈകിട്ടാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ ആ വലിയ കരച്ചിലിനകത്ത് പോയി നമ്മൾ പെടണ്ടല്ലോ. ശവസംസ്കാരം കഴിഞ്ഞ് അവിടെ ഒരുമാതിരി ആളുകളെല്ലാം ഒഴിഞ്ഞ് അവർക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ നീഡ് വേണ്ടി. അപ്പൊ ആ രാത്രിയില്ല, ഞാൻ എല്ലാ വീട്ടിലും പോകും. കാരണം വിലാപഭവനങ്ങളിൽ പോകണം, എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷെ ആ ഫ്യൂണറൽ ഫംഗ്ഷനിൽ അങ്ങനെ പോകത്തില്ല, വളരെ വിരളമായിട്ടേ പോകത്തുള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പം ഈ പെന്റക്കോസിലെ ഈ ശവസംസ്കാരത്തിന് നിങ്ങൾ കണ്ടില്ലേ, ആര് എന്നാലും 2 മിനിറ്റ്
2 മിനിറ്റ്. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനവിടെ പോയി അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ 2 മിനിറ്റ്. ഞാൻ എനിക്ക് വേണ്ട, ഞാൻ എന്ത് സംസാരിക്കും പറയാൻ പറ്റത്തില്ല 2 മിനിറ്റ്. പിന്നെ ഇതിനകത്ത് വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, വേണ്ടാന്നും പറയാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും അത് അന്നേരം വളച്ചൊടിച്ച് വിഷയമാക്കും. അപ്പം ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ അവർ പറയും, പാസ്റ്റർക്ക് എന്തോ നിങ്ങളോട് അതിനാ പുള്ളിയോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ, ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചിട്ട് പ്രസംഗിച്ചില്ല, എന്തോ പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരി 2 മിനിറ്റ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഊഴം വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുക. ആകെപ്പാടെ നമ്മൾ പുലിവാലി പിടിച്ച് നിൽക്കുകയാണ്. ഭയങ്കര പ്രസംഗം, ഓരോരുത്തരും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ പെങ്കൊച്ചിന് ക്യാൻസർ ആയിട്ട് 14 മാസം ട്രീറ്റ്മെന്റിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ടിരുന്ന് എല്ലാവർക്കും അറിയാം. നല്ല ആളും കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്താണ് ഇവർ പ്രസംഗിക്കുന്നത്? എല്ലാവരും പ്രസംഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് ഈ ശവസംസ്കാരത്തിന്. ഇതാണ് ഇവർ പ്രസംഗിക്കുന്നത്. ഞാൻ എല്ലാവരും 1 by 1 ആയിട്ട് പ്രസംഗിക്കണം. ഇത്രത്തോളം അനുഗ്രഹിക്കട്ടെ, കാലാവസ്ഥ അനുകൂലമായി തന്ന ദൈവത്തിന് സ്തോത്രം. എന്ത് മനസ്സിലായില്ലേ? 14 മാസം വീട്ടിൽ കയറി ഇറങ്ങി ഊണും കാപ്പി കഴിച്ച് പ്രാർത്ഥിച്ച് അവസാനം കൊച്ചി ചത്ത് കഴിഞ്ഞപ്പോൾ പറയണം കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടുണ്ട്, നല്ല രീതി കൊണ്ട് കുഴിച്ചിടാം. അവസാനം എൻ്റെ ഊഴം വന്നു. എനിക്ക് മൈക്ക് തന്നു. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, പേര് പറയുന്നില്ല, നമ്മുടെ ഇന്ന മോള് രോഗിയായി. നമ്മളെല്ലാം പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചു. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഇപ്പൊ എന്തിനാ നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഞങ്ങളുടെ മണ്ണാട് ഭഗവതി ക്ഷേത്രത്തിൽ ഇനി പാടുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തില്ല, അവിടെ ഒരു പൂജ നടത്തി. ഈ പൂജ 10 ദിവസത്തെ അന്നത്തെ കാലത്ത് 56 ലക്ഷം, അത് നടന്ന 2003 2003 മറ്റേ, അന്ന് 56 ലക്ഷം രൂപയാണ് ചെലവ് വന്നൊരു പൂജ. 10 ദിവസത്തെ പൂജയായിരുന്നു. ഈ പൂജ കഴിഞ്ഞ് 10ാമത്തെ ദിവസം ആ പൂജയ്ക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. അപ്പൊ അവർക്ക് പ്രശ്നം വെക്കുമ്പോൾ അറിയാൻ കിട്ടിയോ ഇല്ലയോ. അത്രയും ഭക്തജനങ്ങൾ നിൽക്കെ, 1000കണക്കിന് ഭക്തജനങ്ങൾ നിൽക്കെ, ഈ പൂജയുടെ സമാപന സമയത്ത് അവർ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു, നമ്മുടെ പൂജയ്ക്ക് ഉദിഷ്ട ഫലം കിട്ടിയില്ല. അതാണ് സത്യസന്ധത. അപ്പൊ ആ ഹൈന്ദവര് കാണിച്ച ആ സത്യസന്ധത, അതിന്റെ 1,00,000 സത്യസന്ധത പോലും ഈ വേർപെട്ട വിശുദ്ധ ദൈവജനം കാണിക്കുന്നില്ല. ഇവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് ഇവൻ സമ്മതിക്കത്തില്ല. ഇവൻ അന്നേരം അതിനെന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് ശരിയാക്കും. അപ്പൊ എന്നിട്ട് പറയാണ്, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേറൊരു എക്സാമ്പിൾ ഞാൻ വേറൊരു പേര് വേണേ പറയാം കേട്ടോ. ഈ പേര് ഒറിജിനലല്ല. നമ്മുടെ ഷൈനിമോളുടെ ശുശ്രൂഷകൾക്ക് നമുക്ക് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവസ്ഥ കിട്ടിയല്ലോ, സ്തോത്രം. ഈ ഊളന്മാരെല്ലാം സ്തോത്രം പറയാം, കാരണം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കും. അട്ടിക്കണ്ടേ അവനട്ടെ. പെങ്കൊച്ചു മരിച്ചെടുക്കുമ്പോൾ കാലാവസ്ഥ അനുകൂല എന്ന്. കല്ലുമഴ പെയ്താൽ പോലും ആ മാതാപിതാക്കൾക്ക് ഒന്നും വിഷമല്ല, കല്ലുമഴ പെയ്താൽ പോലും. ഇത്ര ഹൃദയശൂന്യമായ ഒരു തത്വശാസ്ത്രം 2 സാധനം പെന്റക്കോസ്റ്റിൽ ഇല്ല. എന്താണെന്നറിയോ? അവരുടെ ദൈവശാസ്ത്രത്തിന് ഹൃദയവുമില്ല, തലച്ചോറുമില്ല. ബ്രെയിൻലെസ് ആൻഡ് ഹാർട്ട്ലെസ് ഐഡിയോളജി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. കേരളത്തിലെ കവി വയലാർ പാടിത, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, മാനുഷാതകൾ എത്ര മാനുഷാതകൾ പൊങ്ങി, മാനവ സ്നേഹത്തിന്റെ മണിനാവുകൾ തോറും. ഞാനും ആ ശബ്ദമാണ് ഏറ്റുപാടുന്നത്, എന്റെ ഗാനങ്ങളിൽ ഉണ്ടതിന്റെ മാറ്റൊലി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ.
നോവുന്ന ആത്മാവിന്റെ വേദന അറിയാത്ത, സ്നേഹിക്കാത്ത, സഹാനുഭൂതി കാണിക്കാൻ കഴിയാത്ത, സഹഭാവം കാണിക്കാൻ കഴിയാത്ത, കരയുന്നവരോടുകൂടെ കരയുവാൻ കഴിയാത്ത ഈ ഹൃദയശൂന്യമായ, ചിന്താശൂന്യമായ, യുക്തിഹീനമായ ഉപദേശ സംഹിതകളോട് യാത്ര പറഞ്ഞ് നിങ്ങളുടെ തനിമയിലേക്ക്, നിങ്ങളുടെ സ്വത്വത്തിലേക്ക്, നിങ്ങളുടെ സ്വന്തത്തിലേക്ക്, നിങ്ങളുടെ തനിമയിലേക്ക്, നിങ്ങളുടെ തറവാട്ടിലേക്ക് മടങ്ങുവാൻ സ്വാതന്ത്ര്യമുള്ളവർ, കൈകാലുകൾ ബന്ധിക്കപ്പെടാത്തവർ. അബ്നേർ, നീ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടി വന്നത്? നിന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നില്ല, നിന്റെ കാലിൽ ചങ്ങലയില്ലായിരുന്നു. ദാവീദിന്റെ നിലവിളിയാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതെ കൈകാലുകൾ സ്വതന്ത്രമാണോ എന്ന് പരിശോധിക്കുക. പണ്ട് ഈ ബാംഗ്ലൂര് സർക്കസ് കൂടാരത്തിൽ തീ പിടിച്ചു. ഇപ്പോഴല്ല, ഒരു 10-35 വർഷം മുമ്പ് ഒരു സർക്കസ് കൂടാരത്തിൽ തീ പിടിച്ച് ഒരു ആന വെന്തി എത്തും. അന്ന് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ തീ കത്തിയിട്ട് ആന ഓടി. കാരണം ഈ ആനയെ പതിവായിട്ട് ചങ്ങലയ്ക്ക് തളച്ചവിടെ ഇടുന്നത്. അന്ന് തളച്ചിട്ടില്ല സത്യത്തിൽ. പക്ഷെ ഒരു ചെറിയ എഫോർട്ട് പോലും ഈ ആന എടുത്തില്ല. കാരണം പതിവായിട്ട് തളച്ചിടുന്നതുകൊണ്ട് ആനയുടെ ചിന്ത തളച്ചിരിക്കുക, ഓടാൻ കഴിയത്തില്ല തനിക്ക്. ഈ തീ കത്തിയിട്ട് പോലും ഒരു ചെറിയ പരിശ്രമം, അത് സുഖമായിട്ട് ഓടി രക്ഷപ്പെടാൻ. കൈകാലുകളെ പരിശോധിക്കുക. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.